ഞാൻ ഈ പറയുന്ന ചില വീഡിയോസ് ഒക്കെ ഇരുന്ന് കാണും. അപ്പൊ എനിക്കും ഭയങ്കരമായിട്ട് ഫ്രസ്ട്രേഷൻ ഒക്കെ ആവും കാണുമ്പോഴും. വിഷമം വരും ചില വീഡിയോ കാണുമ്പോൾ. അത് കുറച്ച് നേരത്തേക്ക് ആ വിഷമം കൊണ്ട് അതങ്ങ് ഫീൽ ചെയ്തങ്ങ് തീർക്കുക. സ്ഥലമെങ്കിലും എങ്ങനെയും ഒക്കെ ഒന്ന് വാങ്ങണം ഈ പ്രായത്തിൽ. അതാണൊന്ന് ആരും ഇറക്കി വിടാൻ പോരുത് തന്നെ. ആ ഒരു സംഭവം എനിക്കൊന്ന് ബിൽഡ് ചെയ്തെടുക്കണം. സ്വന്തമായിട്ട് ഒരു സ്ഥലം വാങ്ങിക്കണം. ആരും ഇറക്കി വിടാനുള്ള സാഹചര്യം ഉണ്ടാക്കരുത്. രേണുസുതി കേൾക്കുന്നുണ്ടോ? നിങ്ങളുടെ ഇന്റർവ്യൂല് എന്തൊക്കെയോ ഘോരമായിട്ട് പ്രസംഗിക്കുന്നുണ്ടായിരുന്നു. 11 വയസ്സ് മുതൽ ഞാൻ നോക്കി അങ്ങ് ഉണ്ടാക്കിന്നൊക്കെ. അവനും അവന്റെ അനിയനും കൊടുത്ത വീട്ടിലാണ് ആട്ടിപ്പേറി നിങ്ങളുടെ കുടുംബം താമസിക്കുന്നത്. ഞാനെല്ലാം അങ്ങോട്ട് വിളിച്ച് ഇന്റർവ്യൂ ചോദിച്ചു വാങ്ങി പൈസയും വാങ്ങിച്ചിട്ട് കൊടുത്തേക്കുന്നവര്, എന്നിട്ട് ഇരുന്ന് പ്രസംഗിക്കുക. വൃത്തികെട്ട സ്ത്രീ. അതിന്റെ സെക്കൻഡ് പാർട്ട് വന്നിട്ടുണ്ട്, അതിന്റെ വീഡിയോ ഞാൻ ചെയ്യാം. അത് ഇതൊന്ന് കഴിയട്ടെ. അച്ഛൻ ഉണ്ടായിരുന്ന ടൈമില് മോന്റെ ആഗ്രഹം എന്തായിരുന്നു? എന്താവണം? ഒരു ആഗ്രഹവും ഇല്ല. കാരണം വേണ്ടല്ല എനിക്ക് അപ്പാപ്പ കിട്ടുന്നുണ്ട്. അപ്പം പ്രത്യേകിച്ചൊരു ആഗ്രഹം ഒരു സംഭവം ഇല്ലായിരുന്നു. എല്ലാത്തിനും ഭയങ്കരമായിട്ട് സപ്പോർട്ടറായിട്ട് ഒരാളുണ്ട്. ഒന്നിനും പേടിക്കേണ്ട ഒരു കാര്യത്തിന് ആയിരുന്നുണ്ടായിരുന്നു. പോയി കഴിഞ്ഞപ്പോഴാണ് ഇതിനെ കുറിച്ചൊക്കെ ചിന്തിക്കാൻ തുടങ്ങുന്നത്. സത്യമാണ്. നമ്മളെ താങ്ങാൻ ഒരാള് അല്ലെങ്കിൽ നമ്മുടെ ആവശ്യങ്ങൾ നിറവേറ്റി തരാനുള്ള ഒരാളുള്ള സമയത്ത് നമ്മള് എന്താണ് നമ്മുടെ ഫ്യൂച്ചർ, അല്ലെങ്കിൽ എന്തേലൊക്കെ നേടണം, സ്വന്തം കാലിൽ നിൽക്കണം എന്നുള്ളത് നമ്മൾ അധികം ആൾക്കാരും ചിന്തിക്കാറില്ല. ആ ഒരു താങ്ങ് അല്ലെങ്കിൽ തണല് നഷ്ടപ്പെട്ട് കഴിഞ്ഞതിന് ശേഷമായിരിക്കും പല കാര്യങ്ങളും നമ്മൾ ചിന്തിച്ചു തുടങ്ങുന്നത്. അതുപോലുള്ള അനുഭവങ്ങളായിരിക്കും നമുക്ക് ഉണ്ടാവാൻ പോകുന്നത്. അതിപ്പം കുടുംബത്തിൽ നിന്നാണേലും ശരി, ബന്ധുക്കളിൽ നിന്നാണേലും ശരി. ഇവൻ അല്ലെങ്കിൽ കിച്ചു ഇവിടെ ഇങ്ങനെ ഒരു കാര്യം ചിന്തിച്ചു തുടങ്ങണമെങ്കിൽ, അല്ലെങ്കിൽ പല കാര്യങ്ങളും ചിന്തിച്ചു തുടങ്ങിയിട്ടുണ്ടാവും ആ വീട്ടിൽ നിന്ന് അവന് കിട്ടിയ അനുഭവങ്ങൾ കൊണ്ട് തന്നെ ആയിരിക്കും. പല കാര്യങ്ങളും അവന്റെ ലൈഫ് സ്റ്റോറി പറഞ്ഞ സമയത്ത് പുറത്തു പറഞ്ഞിട്ടുണ്ട്. സ്വാഭാവികമായിട്ടും നമുക്കത് കേൾക്കുമ്പോൾ എന്തുകൊണ്ടാണ് സ്വന്തമായിട്ട് ഒരു വീട് വേണം എന്ന് കിച്ചു പറയുന്നത് എന്നുള്ളതിന്റെ അർത്ഥം പോലും നമുക്ക് മനസ്സിലാവും. അച്ഛന്റെ സപ്പോർട്ടിനെ പറ്റി ഒന്ന് പറയാമോ? ഓർമ്മ എപ്പോഴാണ് ആ ഓർമ്മ, അച്ഛനുമായിട്ടുള്ള ഒരു ഓർമ്മ ഏത് വയസ്സ് മുതലാണ്? അത് ജനിച്ചപ്പം മുതലുള്ള അല്ല, ഇപ്പം ഓർത്തെടുക്കാൻ പറ്റുമോ അതൊക്കെ പെട്ടെന്ന്? ജനിച്ചെടുക്കാന്ന് പറയുമ്പോ ഞാൻ അച്ഛന്റെ കൂടെ ഞാൻ അന്ന് തൊട്ടിലേക്ക് എല്ലാ മൂമെന്റ്സും അങ്ങനെ ഭയങ്കര ഹാപ്പി ആയിട്ടുള്ളതായിരുന്നു കൂടുതൽ. കാരണം എന്നെ സന്തോഷിപ്പിക്കാൻ അച്ഛൻ കൂടുതൽ നോക്കുക. ആണല്ലേ? അതെ അതെ. എന്ത് പറ്റിയാലും ഞാനൊന്ന് വിഷമിക്കരുത്, ആ ഒരു സംഭവം അച്ഛൻ എപ്പോഴും ഉണ്ട്. അതങ്ങനെയാണ്. അവരുള്ള സമയത്ത് നമ്മളെ വിഷമിക്കരുത്, നമ്മൾക്ക് ഒരു പ്രശ്നം ഉണ്ടാവരുത്, അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലുമൊക്കെ അപകടത്തിൽ ചെന്നപ്പെടരുത് എന്നുള്ള ചിന്തകൾ അവരിൽ എപ്പോഴും ഉണ്ടാവും. പക്ഷെ നമ്മൾ അത് ആ സമയത്ത് റിയലൈസ് ചെയ്യത്തില്ല. നമ്മൾ അവര് പോയി കഴിയുമ്പോഴാണ് നമ്മൾ പലതും റിയലൈസ് ചെയ്തെടുക്കാൻ തുടങ്ങുന്നത്. ആദ്യം അമ്മ ഉപേക്ഷിച്ചു പോയി, രണ്ടാമത്തെ അമ്മ വന്നത് ദാണ്ട ഇങ്ങനെ ഒരു പൂതനയായിപ്പോയി. അത് ഒരു കൊറോണ ടൈം വന്ന സമയത്ത് ഒരുപാട് കടമായിപ്പോയി അച്ഛൻ. കാരണം അച്ഛനൊരു യൂട്യൂബ് ചാനലും തുടങ്ങി, അതിനകത്ത് വെബ് സീരീസ് തുടങ്ങുന്നത് ഒരു പ്ലാനായി. അങ്ങനെയുള്ള ആർട്ടിസ്റ്റുകളെല്ലാം വീട്ടിൽ വിളിച്ചു വരുത്തി, ക്യാമറ എല്ലാ സെറ്റപ്പും. അപ്പോഴത്തേക്കും ലോക്ക്ഡൌൺ വെച്ച്. അത് അച്ഛന്റെ പൈസയിലാണോ? അച്ഛന്റെ യൂട്യൂബ് ചാനൽ അതിനകത്ത് ഇട്ടിട്ട് പോകുന്ന അതിന്റെ റവന്യൂ വെച്ചിട്ട് ആൾക്കാർക്ക് കൊടുത്ത ഒരു പ്ലാനൊക്കെ ആയിരുന്നു. അപ്പോഴത്തേക്കും ലോക്ക്ഡൌൺ ആയി. അപ്പോഴത്തേക്ക് ഈ ആർട്ടിസ്റ്റ് എല്ലാരും ഒന്ന് അവിടെ തന്നെ വീട്ടിൽ തന്നെ. കാരണം 1-2 ദിവസം എല്ലാരും വീട്ടിൽ തന്നെ. അവരുടെ എല്ലാവരുടെയും കാര്യം നോക്കണം, ഞങ്ങളുടെ കാര്യം നോക്കണം, എനിക്ക് നോക്കണം. ആ സമയത്ത് എനിക്ക് ഇതൊന്നും ചിന്തിക്കാനുള്ള ഒരു ഇതില്ല. ഞാൻ എപ്പോഴും കമ്പ്യൂട്ടറിന്റെ ഫ്രണ്ടിൽ ഒരു ഗെയിമും കളിച്ച് ഇങ്ങനെ പോകുന്നൊരിത്. അപ്പുറത്ത് എന്താ നടക്കുന്നതെന്ന് അറിയത്തില്ല. ആ റൂമിന്റെ അപ്പുറം ഇങ്ങനെ കാണുന്നുണ്ട്, വീഡിയോ എടുക്കുന്ന സംഭവം എഡിറ്റ് ചെയ്യുന്നൊക്കെ എന്റെ കമ്പ്യൂട്ടറിലാണ് വന്നിരുന്നു. അങ്ങനെയുള്ള ആൾക്കാരും എല്ലാം അവിടെ തന്നെ. ലോക്ക്ഡൌൺ സമയത്ത് എല്ലാരും കുടുങ്ങിപ്പോയിട്ടുണ്ട്, പലയിടത്തും പല ആൾക്കാരും കുടുങ്ങിപ്പോയിട്ടുണ്ട്. രേണുസുതി എങ്ങാണ്ട് ഇന്റർവ്യൂല് പറയുന്ന കേട്ടോ, ഞാൻ അയാളെ കല്യാണം കഴിച്ചതുകൊണ്ട് അയാളും മോനും സന്തോഷത്തോടെ ജീവിച്ചു എന്ന്. അങ്ങേര് നിങ്ങളെ കെട്ടിയത് കൊണ്ട് വീട്ടുകാര് പണിയെടുക്കാതെ തിന്ന് ജീവിച്ചു എന്ന് പറയണം. കടവും മേടിച്ചിട്ട് ലോക്ക്ഡൌൺ സമയത്താണെങ്കിലും എല്ലാ സമയത്താണെങ്കിലും ആ മനുഷ്യൻ നിങ്ങളെ നിങ്ങളുടെ കുടുംബത്തിനെയും നോക്കിയിട്ടുണ്ട്. പണിക്ക് പോവാതെ അട്ടിപ്പേറി കിടന്ന് എല്ലാത്തിനും അങ്ങേര് നോക്കിയിട്ടുണ്ട്. എന്നിട്ട് കിടന്ന് പ്രസംഗിക്കുക ഞാൻ ഉള്ളതുകൊണ്ട് അങ്ങേര് സന്തോഷത്തോടെ. അച്ഛനായിട്ട് ഞാൻ ഒരു വട്ടം ഒരു വഴക്കായിരുന്നു. പക്ഷെ എന്റെ ഒരു മനസ്സിലൊരു സംഭവം എന്ന് വെച്ചാൽ, എനിക്ക് വേണ്ടിയിട്ട് ഇത്രയും കാര്യങ്ങൾ ചെയ്തു, എനിക്ക് തിരിച്ചൊരു സന്തോഷിപ്പിക്കാനായിട്ട് ഒരു കാര്യം പോലും എനിക്ക് ചെയ്തു കൊടുക്കാൻ പറ്റിയിട്ടില്ല.
എനിക്ക് വേണ്ടത് ഇത്ര വരെ എനിക്ക് ചെയ്തു തന്നു. പക്ഷെ ഞാൻ അതുപോലെ അന്ന് മനസ്സിലാക്കിയെടുത്തില്ല ഓരോ കാര്യങ്ങൾ. അതൊക്കെ ഭയങ്കര ഒരു റിഗ്രറ്റ് ആയിട്ട് ഇങ്ങനെ കിടക്കും. അടിയുണ്ടായ സാഹചര്യം എന്തായിരുന്നു? അത് ഇങ്ങനെ വെള്ളം അടിച്ചിട്ടൊരു സംഭവം വന്ന് അപ്പം അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു സംസാരമായി. അപ്പൊ അച്ഛനോട് പറയാറുണ്ട് ഇങ്ങനെ കുടിക്കില്ലേ അങ്ങനെ? പറയാറുണ്ട്. അതിപ്പം എല്ലാവർക്കും അറിയാവുന്ന ഒരു സംഭവം. അച്ഛന്റെ കൂട്ടുകാരാണേലും അത് കുറച്ചൊരു ഇതായിരുന്നു. വലിയ കുഴപ്പമൊന്നുമില്ല. ഞാൻ മാക്സിമം കൺട്രോൾ ചെയ്ത് വെക്കുമായിരുന്നു. ഞാൻ ഉണ്ടെങ്കിൽ വലിയായിട്ടതല്ല. ആണല്ലേ? ഞാൻ ഭയങ്കര കൺട്രോൾ ചെയ്ത് വെക്കും. ഈ ഒരു കാര്യത്തിന് ചില ആൾക്കാർ പറഞ്ഞുണ്ടാക്കിയതൊക്കെ കേട്ട് കഴിഞ്ഞാൽ കിച്ചു അങ്ങേരെ എന്തോ ചെയ്തു എന്നുള്ള രീതിയിലാണ്. അച്ഛൻ മദ്യപിച്ചിട്ട് വരുന്ന സമയത്ത് ഏത് മക്കളാണേലും അത് ചോദ്യം ചെയ്യും. ഞാനാണെങ്കിൽ പോലും അത് ചോദ്യം ചെയ്യുകയും ചെയ്യും, പറയും ചെയ്യും. അതിന്റെ പേര് ചിലപ്പോ വഴക്കമുണ്ടാവും എന്നും കരുതിയിട്ട് ഇടിച്ച് ഭിത്തി തൂക്കി ചോര വന്നു ഉളുപ്പുണ്ടോടാ നിനക്കൊക്കെ? എങ്ങനെയൊക്കെ ഒന്ന് വാങ്ങണം ഈ പ്രായത്തിൽ. അതാണെന്ന് ആരും ഇറക്കി വിടാൻ പോരുത് തന്നെ. ആ ഒരു സംഭവം എനിക്കൊന്ന് ബിൽഡ് ചെയ്തെടുക്കണം. ഇറക്കി വിട്ടോ? ഇല്ലില്ല, എനിക്ക് അങ്ങനെ ഒരു ഫീല് തോന്നരുത് നിൽക്കുമ്പോ. സേഫ് പ്ലേസ് എവിടെയാണ്? കൊല്ലം. കൊല്ലമാണ് വീട്. സേഫ് ആയിട്ട് നിൽക്കാൻ കൊല്ലം എന്ന് പറയുമ്പോ കൊല്ലത്ത് എനിക്ക് എവിടെ വേണമെങ്കിലും സേഫ് ആയിട്ട് നിൽക്കാം, കൂട്ടുകാരുള്ളതുകൊണ്ട്. സ്വന്തമായിട്ട് ഒരു സ്ഥലം മേടിക്കണം. ആരും ഇറക്കി വിടാൻ പോകുന്ന രീതിയിലായിരിക്കരുത്. ഇവനും ഇവന്റെ അനിയനും അവകാശപ്പെട്ട വീട്ടില് അട്ടിപ്പേറി ഒരു ഉളുപ്പില്ലാതെ കിടക്കുന്ന കുറെ എണ്ണങ്ങളുണ്ട്. എല്ലാത്തിനും അടിച്ചിറക്കി വിടാ ആദ്യം. നിനക്ക് അനിയനും അവകാശപ്പെട്ട വീടാ, അല്ലാണ്ട് അവരുടെ കുടുംബ സ്വത്തൊന്നും അല്ല അത്. ലേശം നാണവമാനം ഉറപ്പ് വേണ്ട. അട്ടിപ്പേറി വർഷങ്ങളായില്ലേ അവിടെ കിടക്കുന്ന. അവന് അങ്ങനെ ഒരു തോന്നൽ ഉണ്ടാവണമെങ്കിൽ എന്തായിരിക്കും ഇവർ അവരുടെ അടുത്ത് ബിഹേവ് ചെയ്തിട്ടുണ്ടാവുന്ന രീതി? എന്നിട്ട് ഡയലോഗ് അറിയാ, 11 വയസ്സ് മുതൽ ഞാൻ പൊന്നുപോലെ നോവിക്കാതെ അല്ലേ നോക്കിക്കൊണ്ട് നടന്നേ, എന്നിട്ടല്ലേ അവൻ എന്നോട് ഇങ്ങനെ ചെയ്തേ, മറ്റേത് ചെയ്തേ, മറിച്ചത് ചെയ്തേ. ഉളുപ്പുണ്ടല്ലോ ലേശം കുറച്ചെങ്കിലും. ഇന്റർവ്യൂ ആൾക്കാരെ വിളിച്ചു വരുത്തി വായി തോന്നിയതൊക്കെ, അതിലൊരു ചോദ്യം ആ ഇന്റർവ്യൂവിൽ ഇരിക്കുന്ന ആ പെണ്ണ് ചോദിക്കുന്നുണ്ട്. അത് കേട്ടിട്ട് ചിരിക്കാൻ പറ്റുന്ന ഇവരുടെ മോന്ത ആദ്യം അടിച്ചു പൊട്ടിക്കണം. തമാശ പറയുന്നില്ല. വേറെ വല്ല പെണ്ണും ആയിരുന്നെങ്കിൽ കൊടുക്കേണ്ട സമയം കഴിഞ്ഞു. ഇതും കേട്ടിട്ട് അവിടെ ഇരുന്ന് ചിരിക്കുക. ഇവർ ഈ 11 വയസ്സ് വരെ നോക്കി എന്ന് പറഞ്ഞ മോനെ ഇവരെയും കുറിച്ചിട്ടാണ് അവർ ആ ചോദ്യം ചോദിച്ചത്. ഏതോ യൂട്യൂബർ ഇട്ടത്. എന്ത് തേങ്ങ ആവട്ടെ. ഇമാതിരി വൃത്തിയായിട്ട വർത്താനം പറയുമ്പോ അതും കേട്ടിരിക്കാൻ പറ്റുന്ന നിങ്ങളുടെ മെന്റാലിറ്റി ഉണ്ടല്ലോ, അപമാനം. ശരി, എന്നാ എന്തായാലും പറഞ്ഞു കഴിഞ്ഞാൽ കൂടിപ്പോവും. വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരൊന്ന് സബ് ചെയ്യാനും കമന്റ് ചെയ്യാനും നിങ്ങളുടെ റിയാക്ഷൻസ് എന്താണെന്നും പറയാൻ മറക്കരുത് കേട്ടല്ലോ. ശരി എന്നാ.